Sir, I have collected all the evidence and finalizing the report. I'll be right there with you. Srinivasan, what happened? നേരിട്ട് പറയാം സാർ. നീ എന്തോ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നപ്പോഴും? അല്ല സാറേ, ആമാര് ഇത്ര പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ഞാൻ ആലോചിക്കുന്നു. പിടിച്ചെന്നും കേട്ട് രക്ഷപ്പെട്ടെന്നും കേട്ട്. ഇത്ര പെട്ടെന്ന് ജയിലിടെ എന്ത് സിനിമയാണ്? അതും ഹാൻഡ് കഫൊക്കെ ഓപ്പൺ ആക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടി അറിയണമല്ലോ, അത് നോക്കിയത്. എടാ, അതിന് നീ ഫോൺ നോക്കിക്കൊണ്ടിരുന്നോ കാര്യം? എന്ത് കാര്യമെന്നാ? ദേ സാറിപ്പോൾ ഈ ചെവിടുന്ന സാധനമില്ലേ, അത് മതി ഇത് ഓപ്പൺ ആക്കാൻ. ദേ കണ്ട, ഇത്രയും സെക്യൂറാണ് നമ്മുടെ സർക്കാർ എഴുന്നേറ്റ്. എടാ എടാ ഇത് അതൊന്നുമല്ല, കളികളൊക്കെ വേറെ. എന്ത് കളി? എടാ കളികളൊക്കെ ഒരുപാടുണ്ടാ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റസൂൽ സാർ ഇതിൻ്റെ പുറകില്ല. പുള്ളിക്കാരൻ ഇതിൻ്റെ പുറകിൽ പോകണമെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ സാറേ? നമ്മളൊക്കെ പോലീസുകാരല്ലേ? അതെ, പറഞ്ഞു വരുമ്പോൾ കുറ്റവാളികൾ എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ നമ്മളെ പോലീസിലാണെങ്കിൽ പോലും. പിന്നെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തോരം ക്രൈം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാവൂ. എത്ര നേരിടാ ചേട്ടൻ്റെ അവസ്ഥ അറിയാമല്ലോ. ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ കൈയും കാലം വിറയ്ക്കുമോ? ചേട്ടാ, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല. സീനൊന്നും ഉണ്ടാവത്തില്ലല്ലോ. നീ എന്നാ ടെൻഷൻ അടിക്കണം? ടെൻഷൻ അടിച്ച ഒരു കാര്യം നടക്കാൻ പോണില്ല. റിസ്ക് എടുക്കുന്നുണ്ടോ? അവിടെ പൈസയുണ്ട്. ഒന്നുമില്ല, സാധനം ഇതിനകത്തുണ്ട്. നീ സാധാരണ ഡെലിവറി പോലെ പോവുക. സ്പോട്ട് ചെയ്തിട്ട് ഞാൻ തന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബാക്കിയെല്ലാം സെറ്റ്. ഈ പ്രൊഫഷൻ പീരീഡിൽ ഇതൊക്കെ ഉള്ളേടാ. നീ ഇപ്പോൾ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. എൻ്റെ അവസ്ഥ ഉണ്ടോ? എനിക്കെന്തോരം സർവീസ് ഉണ്ട്. ആ സാറേ, നിങ്ങൾ സ്റ്റേഡിയം ഭാഗത്തല്ലേ? സാറേ ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങൾ ഭാഗത്തേക്ക് വാ. ആ ഇപ്പം തന്നെ വരാം. ആ വരാം. എന്താ സാറേ? വാ, നീ വണ്ടി എടുക്കുക. ആ അനൂപേ, ഈ ഫയൽ റസൂലിനെ ഏൽപ്പിക്കണം. ഓക്കെ. ഞങ്ങൾക്ക് ഹൈവേയിൽ ഒരു എമർജൻസി, വി ഹാവ് ടു ഗോ. ഈ ഫയലിൻ്റെ ഗൗരവം അറിയാലോ? അറിയാം സാർ. എന്നാൽ ശരി.
ഈ പാതിരാത്രിക്ക് ഇപ്പം എന്ത് ഫയലാ സാറേ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട്? എടാ അത് ഈ ശ്രീനിവാസൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാനും സമയത്തിൽ ഈ പുകിലൊക്കെ ഉണ്ടാവുന്നേ. എന്ത് അതെന്ത് വന്നു? എടാ ഇവിടെ ഒരു 8 മാസം മുമ്പേ ഒരു മയക്കുമരുന്ന് റെയ്ഡ് നടന്ന വിവരം നിനക്കറിയാമോ? ഇല്ല. അറിഞ്ഞൂടെ? നീ പത്രമൊന്നും വായിക്കാറില്ലേ? സമയം കിട്ടുമ്പോൾ. സമയം കിട്ടുമ്പോഴും? എടാ നീ ഒരു പോലീസുകാരനല്ലൂടാ. അല്ല ഞാൻ ചോദിക്കട്ടെ, നിനക്കെപ്പോഴാണ് ഈ സമയം കിട്ടുന്നത്? 24 മണിക്കൂർ യൂട്യൂബും ടിക്ടോക്കും ആണല്ലോ നീ. എടാ നമ്മുടെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റെയ്ഡായിരുന്നത് അറിയാമോ? ഈ വലുതെന്ന് പറയുമ്പോൾ? വലുതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല, ഒരു 1500 കോടിയുടെ മുതലുണ്ടായിരുന്നു. 1500 കോടിയോ? അതിലാണ് ഇപ്പോൾ കുറച്ച് മിസ്സിങ്. അതും 150 കോടിയുടെ ഐറ്റംസ്. എൻ്റെ അമ്മേ. എടാ ഇതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പരസ്യമായിട്ടുള്ള രഹസ്യങ്ങളാണ്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ രൂപീകരിച്ചത്. എന്തായാലും ഈ കമ്മീഷനിൽ നിന്ന് റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള പല വമ്പന്മാരും കൊടുങ്ങും. അല്ല സാർ, ഈ പോലീസുകാർ തന്നെ ഇത് ചെയ്യുന്നെങ്കിൽ ആ പ്രതികൾ ഇത്രയിട്ടും പിടിക്കൂ? എടാ അതല്ലടാ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ മുകളിലുള്ളവരുടെ കളികളാണെന്ന്. പിന്നെ ഞാൻ ഈ മുകളിലുള്ളവരെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ റസൂൽ സാറിനെ അല്ല കേട്ടോ. പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഭീമൻ്റെ ഒക്കെ ആണെങ്കിലും ഡ്യൂട്ടിയുടെ കാര്യത്തിൽ പുള്ളിക്കാരൻ സുരേഷ് ഗോപി. പുള്ളിക്കാരൻ്റെ ഒരൊറ്റ ഡെഡിക്കേഷൻ കൊണ്ടാണ് അന്ന് അവന്മാരെ പൂട്ടിയത്. പക്ഷേ എൻ്റെ സംശയം ഇവരെയൊന്നുമല്ല, നമ്മുടെ DYSP ഈപ്പനെ. എന്താ? എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ റസൂൽ സാർ അവന്മാരെ പിടിക്കണ ടൈമിൽ ഇയാൾ എങ്ങനെ അവിടെ ഒന്ന് ചാടി? അതാണ്. ഷോ, എന്ത് കേസാ സാറ്? കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. ശ്രീനിവാസ കമ്മീഷൻ. എനിക്കെങ്ങാണെങ്കിൽ ഒരു കേസ് കിട്ടിയുണ്ടല്ലോ, ഞാൻ ഒരു ദിവസം കൊണ്ട് തെളിയിച്ച് പിറ്റേ ദിവസം പ്രൊമോഷൻ മേടിച്ചാൽ. മോനെ ഇതേ യൂട്യൂബിൽ ഉണ്ടാക്കുന്നതിൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒന്ന് കയറിയല്ലേ ഉള്ളൂ, അതിൻ്റെ തളപ്പ അതൊക്കെ അങ്ങ് മാറിക്കോളും. സാറ് കണ്ടോ സാറേ, ഞാൻ പ്രൊമോഷൻ മേടിക്കും, SI ആവുകയും ചെയ്യും. എന്റെ മിസ്റ്റേക്ക് നോക്കാഞ്ഞു. സാറ് വെറുതെ വള്ളി പിടിക്കല്ലേ, ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. സാറേ അവൻ പയ്യനാണ് സാറേ, അവനെ വിട്. നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. സാമാനൊക്കെ എടുത്തോണ്ട് പോടാ. നിക്ക് സാറേ, എടുത്തോണ്ട് പോവാൻ സാറേ, ഇവിടെ പോവാൻ പോടാ. നീ എന്തിനാ അവനെ പറഞ്ഞു വിട്ടു? അവനെ കണ്ടാലറിയാം അവര് കള്ളനാണെന്ന്. സാറേ ഞാൻ എത്രോട്ടും പറഞ്ഞത് എന്റെ മിസ്റ്റേക്കാ. നമുക്കിപ്പോൾ അതാണ് വല്ലതും. നമുക്ക് ഈ ഫയൽ കൊണ്ട് കൊടുക്കണ്ടേ? വണ്ടി എടുത്തേക്ക്, വണ്ടി എടുത്ത് ഫയൽ കാണാനില്ലെന്ന്. ഫയൽ കാണാനില്ലേ? നാശം. സാറേ പടിയാവാ കേറ് കേറ്. ആരാ സാറാമാരൊക്കെ? അജീഷേ ഞാൻ പറഞ്ഞല്ലോ പല കളികളും എൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്ന്. അവന്മാർക്ക് വേണ്ടുന്ന ഫയലായിരുന്നു. എന്നിട്ട് ഫയൽ എവിടെ? ജോയിൻ ചെയ്ത 6 മാസത്തിന് ജോലി പോലും ഈശ്വര. ഫയല് നീ കയറിക്കേ, വന്ന് കയറാം. അജീഷ ഇവിടെ ഫുള്ള് നോക്കിയേ നീ. ഇല്ലല്ലോ സാറേ, നീ ഒന്ന് നല്ലോണം നോക്കണം.
സാറേ ഛേ, സാറേ ഓപ്പൺ ചെയ്യ സാറേ. അജീഷ് നീ ഇത് കണ്ട? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവൻ ഉടായ്പാണെന്ന്. അന്നേരം നിനക്കായിരുന്നു. ഹലോ സാർ. എടാ, നിനക്ക് ഞാൻ വാട്സപ്പിൽ ഒരു നമ്പർ അയച്ചിട്ടുണ്ട്. ആ നമ്പറിൻ്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്ക് ഇപ്പോൾ കിട്ടണം. ഓക്കെ സാർ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. പെട്ടെന്ന് വേണം. ഓക്കെ. കുഴപ്പമില്ല, ഇതാദ്യമായണ്ട. ഇതൊന്നും അല്ലായിരുന്നല്ലോ നീ മുമ്പേ പറഞ്ഞത്. കേസ് തെളിയിക്കും, പ്രമോഷൻ മേടിക്കും. ഇപ്പം നിൻ്റെ ആവശ്യമൊക്കെ തീർന്ന? എടാ, ഇതാ ഞാൻ നിന്നോട് ആ സാറേ പറ. എടാ, ഈ കാളമംഗല റോബി ഏതാടാ? എൻ്റെ അറിവിൽ അവിടെ 2 രൂപയേ ഉള്ളത്. മറ്റവന് സാർ അറിയും. പണ്ട് ചെട്ടിയിൽ കഞ്ചാവ് വിറ്റ് കിടന്നില്ലേ സാർ പിടിച്ചവനെ. ഏത് മെത്ത് റോബിയാ? ആ അത് തന്നെ, അവൻ തന്നെ. നായി. ഞാൻ നിനക്ക് കാര്യം പറയാം. നീ കൊണ്ടുവരുന്ന പിള്ളേരുടെ കാര്യങ്ങൾ നീ തന്നെ നോക്കിക്കൊള്ളാം. എനിക്ക് മറുപറക്കെ തൂങ്ങിടക്കാൻ സൗകര്യമില്ല. പരിപാടിക്കൊക്കെ ഒരു പുതിയ പിള്ളേരോടുള്ള പ്രശ്നമാണ്. മൈര റോബി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള പിള്ളേരെ വെച്ചിട്ടുള്ള എക്സ്പോർട്ടിംഗ് ബിസിനസ് വേണ്ടെന്ന്. അതും എൻ്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ. അതിന് ഞാൻ നിന്നെ പിന്നെടുത്തോളാം. ഞാനിപ്പോൾ വന്നതിനൊന്നുമല്ല. നീ ഇന്ന് ജവഹർ ജംഗ്ഷൻ വഴി ഒരുത്തന്നെ പറഞ്ഞു വിട്ടില്ല. അവനെ എനിക്ക് 10 മിനിറ്റിലൂടെ വേണം റോബി. 10 മിനിറ്റ് ഇല്ലെങ്കിൽ അറിയാലോ എന്നെ. കൈയെടുക്കണം. അവൻ കോട്ടവാലിട്ട് സാറ് പോയിരിക്കുന്നത്. കസ്റ്റമറോട് വരാന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മായിരാണ് വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. മനുഷ്യപ്പിടി. പരിപാടി കാണിച്ചേ. സാറേ, മറ്റന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഒരാൾ പറഞ്ഞേക്കുന്നത് അത് ഏറ്റവും മറുപടിയില്ല. അതീഷേ,
എനിക്ക് വേറെ വഴിയിലിടാം മോനെ. ആ ഫയൽ എൻ്റെ കയ്യിൽ എത്തണമെങ്കിൽ എന്നെ വിശ്വാസമുള്ളവൻ തന്നെ വേണമായിരുന്നു. അതല്ല ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചേ. പിന്നെ ഞാൻ നിൻ്റെ ഹീറോ അല്ലേ. കൂടെ ഒരു പൊട്ടനുണ്ടെങ്കിൽ കാര്യങ്ങൾ നീറ്റാ. അതിനിടക്ക് ആ പയ്യനും വന്ന് കയറി. സാർ എന്തൊക്കെ പറയുന്നേ? സാറേ അമ്മ വന്നിട്ടോ? റോബി, ഇടിയിൽ കഴിഞ്ഞമാരെ ബോഡി അവിടെ വെച്ച് തള്ളിക്കൊള്ളണം, അല്ലെങ്കിൽ എനിക്കത് പണിയാണ്. എന്നാ പറഞ്ഞ പൈസയിലുണ്ട്, വിട്ടോണം. ഇനി നാട്ടിൽ കാണരുത്. എന്താടാ വേണ്ടേ? വല്ല പ്ലാനുമായിട്ടാ വന്നിരിക്കുന്നെങ്കിൽ കത്തിച്ചു കളയും പന്നികളെ. കിട്ടിയ നക്കിച്ച് പൊക്കോളാം. അത് കൊള്ളാം സാറേ. പക്ഷേ സാറ് വാരി തിന്നുമ്പോ ഞങ്ങ നക്കി തിന്നണത് ശരിയാണ് സാറേ. സാറ് അയാളെ തീർക്കാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ കേസ് മാറിയില്ലേ. ഇവന്മാരിപ്പോ ജയിലിൽ ചാടിയ പ്രതികളാ. സാറ് പറഞ്ഞ ഡീൽ അതില്ല. ഇനിയിപ്പോ അവന്മാർക്ക് ഇവിടെയൊന്നല്ല, ഇന്ത്യയിൽ പോലും നിൽക്കാൻ പറ്റും. അതിന് മാർക്കറ്റിൽ 1500 കോടി ഡിമാൻഡുള്ള കെമിക്കലിൽ നിന്ന് ഒരു 150 കോടി കുറച്ച് പ്രമുഖർ ചേർന്ന് അങ്ങ് മുക്കി. അതിന്റെ റിപ്പോർട്ടല്ലേ ഈ ശ്രീനിവാസ കമ്മീഷൻ. ജോൺസാ, നീ ആരോടാ കളിക്കണെന്ന് നിനക്കറിയില്ല. പറയട്ടെ സാറേ, ഈ പറഞ്ഞ പ്രമുഖന്മാരിൽ ഒരു പ്രമുഖനല്ലേ എൻ്റെ മുമ്പിലിരിക്കുന്ന റസൂൽ സാറ്. ഇപ്പൊ സാർ വിചാരിക്കണ്ടാവും ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാം. എന്റെ ഫീൽഡിൽ ഞാനൊരു പ്രമുഖനാണ് സാറേ. ജോൺസാ, പറഞ്ഞുറപ്പിച്ച ഡീലിന്റെ കാശ് ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പൊ റോങ് കളിയാ നീ കളിക്കണേ. അയാളെ തീർത്ത സമയത്ത് നമ്മളുടെ ഡീലില്ലാത്ത അറസ്റ്റ് അതെങ്ങനെ വന്നു? അപ്പൊ റോങ് കളി കളിച്ചാരാ? അന്ന് ഈപ്പൻ സാർ ആ സ്പോട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ സാർ അന്ന് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് റസൂലായന്. ഇവന്മാര് കാശും കൊണ്ട് പോണ വഴിക്ക് സാറ് ഇവന്മാരെ തട്ടും. ഈ പോലീസുകാർ ചാവുന്നല്ലേ ഇവന്മാരും ചാവും. ഞാൻ അറിഞ്ഞിടത്തോളം ഇതൊരു ചെറിയ ഡീലല്ല. സാറിന് ഇതിൽ നിന്ന് എന്തോരം കിട്ടണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതിൽ നിന്ന് നല്ലൊരു വീതം അത് ഞങ്ങൾക്കും തന്നേക്ക്. സാറ് തരോടാ. മൈരം കുറഞ്ഞേരായി. ഉള്ളത് മൂച്ചിട്ട് പോയപ്പോഴാ. സാറേ,
മാസങ്ങൾക്ക് മുന്നേ കൊച്ചിയിൽ നടന്ന വൻ മയക്കുമരുന്ന് വേട്ടയ്ക്ക് വഴിത്തിരിവ്. CA റസൂൽ അടക്കമുള്ള സംഘം അറസ്റ്റ്. സമൂഹത്തിലെ കൂടുതൽ ഉന്നതന്മാർ പിടിയിലാകുമെന്നാണ് സൂചന. അഡ്വക്കേറ്റ് ശ്രീനിവാസന്റെ കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. സാറേ ഒരു പൊടിക്ക് നീങ്ങിക്കാമോ? ആ എളുപ്പം വലിച്ചെടുക്കാനായി ബോട്ടം ഉൾപ്പെടെ വെച്ചാണ് ഇത് ഭദ്രമായി ഗ്രാഫിക്കുന്നത്. അത് 3 സ്ഥലങ്ങളിൽ നിന്ന് സൈഡായിട്ട് മനസ്സിലാക്കുന്നത്. ഇതിനെല്ലാം പുറകിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് എറണാകുളത്തെ 3 ജയിലുകളായി പാർപ്പിച്ചിരുന്ന 15 പ്രതികളെയാണ് കോടതിയിൽ എത്തിച്ചത്. കോടതി പരിസരത്ത് പോലീസ് കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കി. ലഹരി കടത്തും അതോടൊപ്പം रसूल तो अंदर हो गया, अब क्या सब हमारे हाथ से निकल जाएगी सर? उसने अगर अपना मुंह खोल दिया ना तो आपका पॉलिटिकल फ्यूचर भी मुश्किल में पड़ सकता है. मुझे तो इस बात पर गुस्सा आ रहा है कि बस एक ही रात में उस DYSP ने हमारे सारे प्लान का सत्यानाश कर दिया. അതിന് DYSP ഈപ്പന്റെ പണിയൊന്നും അല്ല അത്. तो और कौन है?